ഹായ്, സുനീറാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. HNS കോയമ്പത്തൂരിൽ വെച്ച് ഗ്രാഫ്റ്റിന് 10 രൂപ നിരക്കിലാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഒരു വർഷവും അതേപോലെ 2 മാസത്തോളം ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരാളുടെയും ഒരു ഉദ്ദേശമാണ് തലയിൽ മുടി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു കഷണ്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം. തൊപ്പി ധരിച്ചും മറ്റും പുറത്തിറങ്ങുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം മുൻഭാഗത്ത് ഒരല്പം മുടിയെങ്കിലും കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഒരു 7th ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം കഷണ്ടികളുണ്ട്. ഇപ്പം ക്രൗൺ ഭാഗത്ത് മുടിയില്ലാത്ത ആളുകളുണ്ട്, മുൻഭാഗത്ത് മാത്രം ഇല്ലാത്തവരുണ്ട്, ഈ മുൻഭാഗം ഫുള്ള് ഇവിടം വരെ മുടിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പം അത്തരം ആളുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് HNS പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മടക്കി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും. നിങ്ങളൊരു പക്ഷേ മറ്റേതെങ്കിലും സെന്ററിൽ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടാവും. എന്നിട്ട് HNS പോയി കഴിഞ്ഞിട്ട് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ അവരത് ചെയ്തു തന്നിട്ടില്ല എന്നത് രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ് HNSനെതിരെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് തന്നെ ഒരു വർഷമായി. മുൻഭാഗത്ത് മാത്രമേ നല്ല മുടിയുള്ളൂ, അല്ലെങ്കിൽ മുൻഭാഗത്ത് മാത്രമേ മുടി വെച്ചിട്ടുള്ളൂ. ഇനി ഈ മുടി കുറച്ച് ലെങ്ത് ആയി കഴിഞ്ഞാൽ കുറച്ച് പിറകോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ മൂർത്തിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ ഭാഗത്ത് മുടി കുറവാണ്. പക്ഷെ അവിടെ ഫുള്ളായിട്ടുള്ള കഷണ്ടിയല്ല, ചെറിയ രോമങ്ങൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ബയോട്ടിനോ ഇതേപോലെയുള്ള ടാബ്ലറ്റ്, ബയോട്ടിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മിനോക്സിൽ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വളർത്തി തീർക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നതാണ്, ഒരു 7th ഗ്രേഡ് മുൻഭാഗത്ത് തീരെ മുടിയില്ല, പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഡോണർ ഏരിയ വളരെ കുറവാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറാകും എന്നാണ് ഡോക്ടർ നിങ്ങൾക്കൊക്കെ ഉപദേശം തന്നിട്ടുണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ തീരെ ഡോണർ ഏരിയ കുറവും, അതേപോലെ ബിയേഡ്, അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള താടിയിൽ നിന്ന് എടുക്കാൻ അത്രയും കുറച്ചും ഹെയർസ് മാത്രമേ ഉള്ളൂ. അതേപോലെ 7th ഗ്രേഡ് ആണ് എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തൊന്നും തീരെ മുടിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുൻഭാഗത്ത് മാത്രം ഒരല്പം മുടി വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമത്വം തോന്നും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അനൂപ്, റഹീം. അപ്പോൾ അവരുടെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ HNS പോയപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻറ്റിനെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് അവർ വിജയിക്കുന്നത്. അപ്പം ഡോക്ടർ ആദ്യമേ പറഞ്ഞു, ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഒരു 10% ആണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഒരു പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഡോക്ടർ ആ ട്രാൻസ്പ്ലാന്റേഷന് തയ്യാറായിട്ടുള്ളത്. അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടോ ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഒരു 7th ഗ്രേഡ് കഷണ്ടിക്കാരനെ HNS തള്ളുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ സംരക്ഷിക്കുകയാണോ, നിങ്ങൾക്കൊരു കൃത്രിമത്വം ഇല്ലാത്ത രീതിയിൽ ഒരു ഹെയറിനെ കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമാണ് HNS നടത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. ആ ഡോക്ടറുടെ ആയിട്ടുള്ള ആ ഒരു വീഡിയോയിലേക്ക് സാർ, എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന 2 പേരിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റിന്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അതായത് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റില് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് സാറ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു? കാരണം അവർക്ക് ഓൾമോസ്റ്റ് ഒരു 6th 7th ഗ്രേഡ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ ചുഴി ഭാഗത്ത് നിന്ന് ഒരുപാട് താഴ്ന്ന് ഇറങ്ങിയിട്ട് ഇത്രയും വരെ കുറച്ച് പോർഷനേ ഉള്ളൂ ബാക്കിയുണ്ട്. അപ്പം ഈ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് കംപ്ലീറ്റ് സ്കിൻ ഷൈനിങ് ആവുന്ന അത്ര പോലെ കശുബാലൻസ് ഉണ്ട്. അവർക്ക് കുറച്ച് ബിയേർഡ് ഉള്ളൂ. അധികം ബിയേർഡ് ഉണ്ടായിരുന്നെങ്കിലും പ്രൊവൈഡിന് എടുക്കായിരുന്നു. ഇപ്പൊ ബിയേർഡും ഇച്ചിരി കുറവാണ്, ബാക്ക് സൈഡിലും കുറവാകുമ്പോൾ ഇപ്പൊ 2 കൂടി ചേർത്ത് എടുക്കുവാണെങ്കിലും നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം ഏതെങ്കിലും ഒരു ഭാഗം, ഒന്ന് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ടോപ്പ് റൗണ്ടിലോ, അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഭാഗം മുടി ഉണ്ടായി, ബാക്കി ഭാഗം തീരെ മുടിയില്ല, പിന്നെ വീണ്ടും കുറച്ച് താഴെ മുടിയുണ്ട്. അത് കാണുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുമല്ലോ. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. കാരണം നമ്മൾ പേഷ്യന്റിനോട് പറയാതെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാണ്ട് നമുക്ക് ജസ്റ്റ് പേഷ്യന്റ് വന്നാൽ മതി, 7th ഗ്രേഡ് ആണെങ്കിലും നമ്മൾ ചെയ്യും എന്നുള്ള ഒരു പേരും കൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് ലൈഫ് ലോങ് ഫേസ് ചെയ്യാൻ റിസൾട്ട് അങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ പോകുന്നത് അവരാണ്. അപ്പോൾ നമ്മൾ പേഷ്യന്റ് വേണം, നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 7th ഗ്രേഡ് ഉണ്ടാകണം. അപ്പോൾ ചെല്ലണം. ഞങ്ങളുടെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് ഇവർ 7th ഗ്രേഡ് എടുക്കില്ല എന്നാണ്. അത് എടുക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അത്
അവർക്ക് നല്ലതല്ല. ഞങ്ങൾക്ക് അതിന് പ്രശ്നമൊക്കെ ഇല്ല. അവർക്ക് ഒരു ഭാഗം ചെയ്തിട്ട് ബാക്കി തീരെ മുടിയില്ല, പിന്നെ കുറച്ച് മുടിയാണ്, അത്രയും ലോങ് ആയിട്ട് ഇവിടേക്ക് വളർത്തണം, ഇവിടെ കുറച്ച് ലെങ്ത് നോർമൽ ആവും, ഇതൊക്കെ ആർട്ടിഫിഷ്യലി തോന്നിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് അവരുടെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ചെയ്താൽ മതി റീസൺ കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. നമ്മളെ ഈ മുടി എടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ട്രിം ചെയ്തിട്ട് തന്നെ എടുക്കാറുണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും ട്രിം ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. നമ്മൾ ട്രിം ചെയ്യാതെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല. കാരണം തല ഫുള്ള് ട്രിം ചെയ്യും. നമ്മൾ ആദ്യം ട്രിം ചെയ്ത് ഡാൻഡ്രഫ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഡാൻഡ്രഫ് ഷാമ്പൂസ് ഒക്കെ വെച്ച് വാഷ് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ ഓട്ടിലോട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഓരോ 10 days നമ്മൾ വാഷ് സാറിന് അറിയാലോ, നോർമൽ സലൈനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ സലൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് റിമൈനിങ് ഉള്ള മുടി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല ഒരു 1 week വരെ. അപ്പോൾ ഒരാഴ്ച വരെ നമ്മൾ ഹെഡ് വാഷ് ചെയ്തില്ലെങ്കിൽ താരനും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വീണ്ടും സ്റ്റാർട്ട് ആവുമല്ലോ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഹെഡ് ട്രിം ചെയ്തിട്ടേ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുള്ളൂ. ഹെഡ് ട്രിം ചെയ്യാതെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല, ആർക്കും ചെയ്യില്ല.